ഹായ്. ഇന്നെനിക്കുണ്ടല്ലോ ഒരുപാട് സങ്കടവും വിഷമവും ഒക്കെയാണ്. എന്താണെന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും എനിക്ക് സങ്കടവും വിഷമവും ഒക്കെ വന്ന് ഞാൻ എൻ്റെ അമ്മച്ചിയോടാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഉടനെ അമ്മച്ചി പറയും, ഓട്ട മോനെ, എൻ്റെ മോന് വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞേ എൻ്റെ തലയിലൊക്കെ ഇങ്ങനെ ഒന്ന് തലോടി എൻ്റെ കൈയൊക്കെ എടുത്ത് ഇങ്ങനെ ഒരു ഉമ്മയൊക്കെ വെച്ച് എനിക്ക് കെട്ടിപ്പിടിച്ചിട്ടുണ്ടെന്ന് പോട്ടെ, എല്ലാം ശരിയാകും എന്നോട് പറയുമായിരുന്നു എൻ്റെ അമ്മച്ചി. പക്ഷെ ഇന്നിപ്പോൾ അങ്ങനെ പറയുന്നില്ല. 2-3 ദിവസമായിട്ട് എൻ്റെ അമ്മച്ചി ഹോസ്പിറ്റലിലാണ്. ഇപ്പം നിങ്ങളെൻ്റെ വീഡിയോയും കാണുന്നില്ലല്ലോ. അമ്മച്ചി ഞാൻ ഇപ്പം ഇത് പറയാൻ കാരണം, അമ്മച്ചി ഇപ്പം ഞാൻ വിളിച്ചാൽ മിണ്ടത്തില്ല, അമ്മച്ചി എൻ്റെ നേരെ നോക്കത്തില്ല. എൻ്റെ ജീവിതത്തിൽ എനിക്കെല്ലാം എൻ്റെ അമ്മച്ചിയായിരുന്നു. അമ്മച്ചി കഴിഞ്ഞിട്ട് എനിക്കെല്ലാം ഉണ്ടായിരുന്നുള്ളൂ. അതിപ്പം ഞാനിത് നിങ്ങളോട് പറയാൻ കാരണം, എൻ്റെ അമ്മച്ചിക്ക് വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം കേട്ടോ. പ്രാർത്ഥനയെല്ലാം നമുക്ക് പലരും പ്രാർത്ഥിക്കുമ്പോൾ ഉണ്ടല്ലോ, ആരുടെയെങ്കിലും ഒരാളുടെ പ്രാർത്ഥനയെങ്കിലും കേൾക്കാതിരിക്കത്തില്ല. നമ്മൾ പറയില്ലേ, ഒരു കാര്യം പലരും കൂടി ശ്രമിച്ചാൽ എത്ര അനങ്ങാത്ത പാറയെ അനങ്ങും എന്ന് പറഞ്ഞു കണക്ക് പലരും പ്രാർത്ഥിക്കുമ്പോൾ ഒരാളുടെയെങ്കിലും പ്രാർത്ഥന എൻ്റെ അമ്മച്ചിക്ക് വേണ്ടിയിട്ട് ഫലിക്കും. അപ്പം എല്ലാവരുടെയും പ്രാർത്ഥന വേണം. പിന്നെ മറ്റൊരു കാര്യം ഞാൻ നിങ്ങളോട് പറയാനിരിക്കുന്നത്, നമ്മുടെ സങ്കടങ്ങളും വിഷമങ്ങളും ഒക്കെ വരുമ്പോൾ എന്ത് പ്രതിസന്ധി ഘട്ടത്തിലും നമ്മളെ ചേർത്ത് പിടിക്കാൻ, നമ്മുടെ ഒരു വിഷമം കേൾക്കാൻ, പോട്ടെ സാരമില്ലെന്ന് പറയാൻ നമ്മളെ വിശ്വസിക്കുന്ന ഒരാളും മതി ഭൂമിയിൽ. നമുക്കൊരു പിടിച്ചു നിൽപ്പ, അത് നമുക്കൊരു ഭയങ്കര ബലമാണ്. നമ്മൾ ഏത് പ്രതിസന്ധിയും തരണം ചെയ്യും. അപ്പോൾ അങ്ങനെ ഒരാളായിരുന്നു എൻ്റെ അമ്മച്ചി. എൻ്റെ ഏത് പ്രതിസന്ധിയും എന്നെ പിടിച്ചു നിർത്തിയിരുന്ന ഒരാളാണ്. പക്ഷെ ഇപ്പം ഞാനത് മുഴുവൻ തീർന്നു നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പം ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറയാം, നമ്മുടെ കൂട്ടത്തിൽ ഇപ്പം ഭർത്താവ് വേണമെന്നില്ല, അല്ലെ ഭാര്യ വേണമെന്നില്ല, മക്കൾ വേണമെന്നില്ല, ബന്ധുക്കാരും അയൽവക്കംകാരും ആരും വേണമെന്നില്ല. പക്ഷേങ്കിൽ എവിടെയെങ്കിലും ഇരിക്കുന്ന ഒരാൾ നമ്മുടെ ഒരു വിഷമം കേട്ട് നമ്മളെ മനസ്സിലാക്കാൻ, നമ്മളെ കേൾക്കാനായിട്ടുള്ള ഒരൊറ്റയാൾ എവിടെയുണ്ടോ അവിടെ നമ്മുടെ വിജയമുണ്ട്. നമ്മളെ വിശ്വസിക്കുന്ന ഒരാൾ. അപ്പം നമുക്ക് അവിടെ തൊട്ടുണ്ടല്ലോ വെച്ചടി 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 കയറ്റുക. അല്ലാതെ നമ്മൾ പറയുവേ നാളാണെന്ന്, അയ്യോ അത് നാളിൻ്റെ പ്രശ്നമാണ്, നാളും നാരങ്ങായി ഒന്നും ഒരു മണ്ണാങ്കട്ടയില്ല. പെമ്മക്കളെ കെട്ടിച്ചു വിട്ട് കഴിയുമ്പം ഒരു പ്രശ്നം വിളിച്ചു പറയുമ്പം അമ്മ പറയും, മോളെ പോട്ടെ, നീ എങ്ങനെയെങ്കിലും അവിടെ പിടിച്ച് നിൽക്ക്, പെൺപിള്ളാരാ, പെണ്ണുങ്ങളാ ക്ഷമിക്കേണ്ട സഹിക്കേണ്ടെന്ന് പറയും. അച്ഛൻ്റെ അടുക്ക പറയുമ്പോൾ അച്ഛൻ പറയും, മോളെ നിനക്കറിയാലോ ഞാൻ എന്തോരം കഷ്ടപ്പെട്ടാ നിന്നെ ഞാൻ കെട്ടിച്ചു വിട്ടെ, എൻ്റെ കയ്യിൽ ഒന്നുമില്ലായിരുന്നു, ഞാൻ ഇപ്പോഴും നിന്നെ കെട്ടിച്ചു വിട്ട കടവും ബാധ്യതയും തീർന്നിട്ടില്ല, തിരിച്ചു വന്നാൽ മോൾ എങ്ങനെയെങ്കിലും ഒന്ന് നിൽക്ക്. അതുപോലെ തന്നെ ആങ്ങളമാരുണ്ടെ പറയുന്ന ഒരു കാര്യമാണ്, കെട്ടിച്ചു വിട്ട നീ തിരിച്ചിവിടെ വന്നിട്ടുണ്ട്, എനിക്കൊരു ജീവിതം ഉണ്ടാവുമോ, എനിക്കൊരു പെണ്ണ് കിട്ടുമോ, ആ കെട്ടിച്ചു വിട്ടവൾ വീട്ടിൽ വന്ന് നിൽക്കുക, അവൾ അത്ര കാര്യമായതുകൊണ്ടാണ്. പിന്നെ നിന്റെ ഇളയ താഴെ ഒരു അനീത്തിയുണ്ട്, കെട്ടിച്ചു വിട്ടവൾ വീട്ടിൽ വന്ന് നിൽക്കുക എന്ന് പറഞ്ഞാൽ അവൾക്കൊരു നല്ല ജീവിതം ഉണ്ടാവുമോ എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് വീണ്ടും അവിടെ നിൽക്കും. അപ്പോൾ ഈ പെങ്ങളുടെ അല്ല ഈ മകളുടെ പ്രയാസം എന്താണെന്ന് കേൾക്കാൻ ഒരു മനസ്സ് കാണിച്ചാൽ പോരെ എന്ന് പറഞ്ഞ് ചേർത്ത് പിടിച്ചാൽ, ഇപ്പം ഷാർജയിൽ 2 മരണമാണ് നടന്നതല്ലേ, അവർക്കൊരാശ്വാസം എൻ്റെ കൂടെ എൻ്റെ വീട്ടുകാരുണ്ട്, അല്ലെ എന്നെ മനസ്സിലാക്കുന്ന ആരെങ്കിലും ഉണ്ടെന്ന് എത്രയോ മരണങ്ങൾ ഒഴിവാകുമില്ലേ. അതൊന്നുമല്ല, എല്ലാവർക്കും എല്ലാവരുടെയും കാര്യമാണ് കെട്ടിച്ചു വിട്ടാൽ ബാധ്യത തീർന്നു എന്നൊരു കണക്ക് കൂട്ടല. പക്ഷെ നമ്മളൊന്ന് ചേർത്ത് പിടിച്ചാൽ തീരുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ പറയാം, ഇപ്പോഴത്തെ ഉള്ള പെൺപിള്ളേരോട് നിങ്ങൾ പഠിക്കുക, പഠിച്ച് നല്ലൊരു ജോലി മേടിക്കുക, സ്വന്തം കാലിൽ നിൽക്കാൻ ശ്രമിക്കുക, നമ്മളെ മനസ്സിലാക്കുന്ന ഒരാളെ കൂടെ നിർത്തുക. ഇങ്ങനെ ചെയ്താൽ നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം ഉണ്ടാകും. പിന്നെ എൻ്റെ അമ്മച്ചിയോട് കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞു, എൻ്റെ എല്ലാ പ്രശ്നങ്ങളും വിഷമങ്ങളും ഞാൻ പറയുന്നു. പക്ഷേ എൻ്റെ ഒപ്പം എൻ്റെ കുഞ്ഞുങ്ങളോട് എനിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കേൾക്കാൻ മനസ്സുള്ളവരാ. അതുകൊണ്ട് എനിക്ക് വിഷമങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മയുടെ അവസ്ഥയിലായി എനിക്ക് വിഷമങ്ങൾ. പിന്നെ നമ്മൾ എന്തു പ്രശ്നം വന്നാലും പറയും, ജനിച്ച ജനന സമയ ദോഷമാണ്, നാള് ദോഷമാണ്, നാളും നാരങ്ങായി ഒന്നും നിങ്ങൾ വെച്ചോണ്ടിരിക്കരുത് കേട്ടോ. എല്ലാത്തിനും അതിൻ്റെതായ സമയത്ത് അതിൻ്റെതായ കാര്യങ്ങളിൽ കൂടെ കടന്നു പോകും. പിന്നെ ഈ കർക്കിടകത്തിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം നിങ്ങളോട് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. എനിക്ക് കുറച്ച് ദിവസം ചിലപ്പോൾ നിങ്ങളുടെ അടുക്കൽ വരാനും സംസാരിക്കാനും പറ്റിയെന്ന് വരത്തില്ല. അപ്പം നിങ്ങളെല്ലാവരും എൻ്റെ അമ്മച്ചിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം കേട്ടോ. അപ്പം നിങ്ങളുടെ പ്രാർത്ഥന മാത്രം മതി എനിക്ക്. അപ്പം നമുക്ക് വീണ്ടും കാണാം.